ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്ന ഒരു ദിവസത്തെ ഫുഡാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു 9:30 മുൻപായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഞവരയുടെ കുറുക്കാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം വീട്ടിൽ ഓൾറെഡി ഞാൻ ഞവര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ 2 സ്പൂൺ ഞവര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കപ്പിൽ നല്ല ലൂസായിട്ടുള്ള പാലും പിന്നെ 2 ഗ്ലാസ് വെള്ളവും പിന്നെ പനങ്കൽക്കണ്ടം ആവശ്യത്തിന് എടുക്കുക. പനങ്കൽക്കണ്ടത്തിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ കുഞ്ഞിന് കഫ് കെട്ടൊന്നും വരാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ മറ്റേ വെള്ള കൽക്കണ്ടം ആണെങ്കിൽ അത് കഫ് കെട്ട് വരും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പം മധുരത്തിന് ആവശ്യമായ കൽക്കണ്ടം കൂടി ഇടും. എൻ്റെ കുഞ്ഞിന് മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ പനങ്കൽക്കണ്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ സ്പൂൺ കൊണ്ട് ഇളക്കട്ടെ, കൈ എടുക്കാതെ ഇളക്കുക. അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. കട്ട പിടിച്ചാലായിട്ട് അത് ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഫസ്റ്റ് ടൈം ഒരു 6 മന്തൊക്കെ ടൈമിൽ കുഞ്ഞിന് ഞാൻ നല്ല ലൂസായിട്ടായിരുന്നു കുറുക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. വെള്ളം പോലെ ആക്കിയായിരുന്നു കൊടുക്കുന്നത് കേട്ടോ. അപ്പം മന്ത് കൂടുന്തോറും ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി ഇച്ചിരി കൂട്ടാറുണ്ട്. അപ്പം ഇവിടെ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ നല്ലപോലെ കുറുക്കി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാട്ടോ അവൾക്ക് കൊടുത്തത്. അപ്പോൾ ലൂസായിട്ട് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ കൊടുത്താലും മതി. ഞവര അരി ആയതുകൊണ്ട് തന്നെ നമ്മളത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞിന് വയറുവേദനയൊക്കെ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നല്ലപോലെ തിളപ്പിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ഞാൻ ഉച്ചയ്ക്ക് കൊടുത്ത ഫുഡെന്ന് പറയുമ്പം റൈസും പിന്നെ പരിപ്പും പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഗ്യാസ് പ്രോബ്ലം വരാതിരിക്കാനായിട്ടാണ് വെളുത്തുള്ളി എടുത്തേക്കുന്നത്. പിന്നെ നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളതൊന്ന് 4 വിസിലടുപ്പിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കുക. ഉപ്പൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡിനിപ്പം, അതുകൊണ്ട് അത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഡിന്നർ എന്ന് പറയുമ്പം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാട്ടോ കൊടുത്തത്. അപ്പോൾ ബനാനയും അവക്കാഡോവും കൂടെ സ്മാഷ് ചെയ്തിട്ടാട്ടോ കൊടുത്തേ. അപ്പോൾ ബനാനയ്ക്കകത്ത് മധുരം ഉള്ളതുകൊണ്ട് തന്നെ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചിട്ടോ. അപ്പം എങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഒരു ഫുഡ് കൊടുത്തത്.